നമസ്കാരം. കൊട്ടാരക്കര പനവേലിയിൽ നിയന്ത്രണം വിട്ട മിനി ലോറി ബസ് കാത്തു നിന്നവർക്ക് നേരെ ഇടിച്ചു കയറി മരണപ്പെട്ട 24 വയസ്സുള്ള ശ്രീകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. അപകടത്തിൽ 2 പേരാണ് മരണപ്പെട്ടത്. പനവേലി സ്വദേശിനി സോണിയ 42 വയസ്സ്, ശ്രീകുട്ടി 23 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത്. ഓട്ടോ ഡ്രൈവറായ വിജയൻ 65 വയസ്സ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ്. ഡെലിവറി വാനായി ഉപയോഗിക്കുന്ന മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് രാവിലെ ബസ് കാത്തു നിന്ന ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്. ഇന്നലെ രാവിലെ ഉണ്ടായ അതിദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ട ശ്രീകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ നാടിനെ ഏറെ ദുഃഖത്തിലാഴ്ത്തി ശ്രീകുട്ടി വിട പറയുമ്പോൾ ശ്രീകുട്ടിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഒട്ടേറെ ജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഈ നാട്ടിലിങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ 2 പേര് മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആസ്പത്രിയിലാകുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ നാടിന് വളരെ വേദനയോടാണ് ഈ 2 പേരുടെ മരണം. മറ്റൊരു മരണമെന്ന് പറയുന്ന സോണിയ എന്ന് പറയുന്ന ഒരു നേഴ്സ്. വളരെ 2 പേരും വളരെ ചെറുപ്പമാണ്. ജീവിതം ആരംഭിക്കുവാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് വിധി അവരെ അപഹരിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് MC റോഡിലൂടെ അസ്വസ്ഥമായുള്ള വണ്ടി ഓടിക്കൽ, വളരെ വേഗതയോടെ ഏത് സമയവും അപകടമുണ്ടാകും എന്ന് കണക്ക് കൂട്ടാതെ പല ആളുകളും പല ഡ്രൈവർമാരും വലിയ വേഗതയിലാണ് പോകുന്നത്. അശ്രദ്ധ മൂലമാണ് ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ടാകുന്നത്. അതിനുവേണ്ടിയുള്ള ഇനി മേലാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി വലിയൊരു ശ്രമം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. വാഹനങ്ങളുടെ അമിത വേഗതയും ഓവർടേക്കിങ്ങും ദിവസേന നിരവധി അപകടങ്ങൾക്കാണ് കാരണമാകുന്നത്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി വിവാഹ ജീവിതം പോലും മാറ്റിവെച്ച് തുച്ഛമായ വരുമാനത്തിൽ പണിയെടുത്ത് ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ താമസിച്ചു വന്ന നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ഒരുപാട് ജീവിത സ്വപ്നങ്ങളാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയത്. പ്രിയപ്പെട്ട സഹോദരിക്ക് ട്രൂത്ത് വിഷൻ ന്യൂസിന്റെ ആദരാഞ്ജലികൾ.